ഹാപ്പി ഫീസ്റ്റ് സെൻറ് തോമസ് ഡേ. എല്ലാവർക്കും ദുഃഖ്രാന തിരുനാൾ ആശംസകൾ. പ്രേഷിതവരേണ്യനാം മാർത്തോമാ ശ്ലീഹാ ആശഭാരത ഭൂവിൽ വന്നു ക്രൈസ്തവ വേദം നൽകി. വിശ്വം നിറയെ വിൺപ്രഭ വിതറാൻ അനുഗ്രഹീത വിശുദ്ധനെ താവകമഹിതരമാധ്യസ്ഥതയാൽ ഞങ്ങളിൽ സുരവരമേഘണമേ തോമാസ് ശ്ലീഹായേ. അരുവിക്കരികെ വളരും തരുപോൽ നന്മ നുകർന്നവനെ കാലത്തികവിൽ ചൂടിയ മലരും ഫലവും മധുവൂറും തോമാസ് ശ്ലീഹായേ. സ്നേഹം ശരണം വിശ്വാസമിവ, സ്നേഹം ശരണം വിശ്വാസമിവ സൽഫലമാണല്ലോ ഞങ്ങൾക്കും തവ നൽവഴി പുണരാൻ അനുഗ്രഹം തരണേ തോമാസ് ശ്ലീഹായേ. ബലവത്തായൊരു പാറയതിന്മേൽ ഭവനം പണിതവനാം കാറ്റും മഴയും കൊണ്ടെന്നാലും വീഴുകയില്ലല്ലോ തോമാസ് ശ്ലീഹായേ. സ്നേഹത്തിൻ തിരുകൽപ്പന കാത്ത് ജീവിച്ചെന്നാകിൽ ദുഷ്ടത തളരും ശിഷ്ടത വളരും വിജയം സുനിശ്ചയം തോമാസ് ശ്ലീഹായേ. ഇരുദശവത്സര വിഭൂതിയിൽ യേശുവിൻ തിരുമൊഴിയരുളി പാർശ്വതമാളുകൾ ഗുരുനിര ചേർന്ന് വിശ്വാസികളായി തീർന്നു തോമാസ് ശ്ലീഹായേ. യൂദയവാസികൾ കല്ലെറിയാൻ നേരം മൃത്യുവിനോളം നൽകിയ ധീരത തവ സുരരിവരിൽ പൊഴിയൂ എൻ കർത്താവേ ദൈവമേ എന്നരുളിൽ കൊണ്ടേശുവിൻ ഇരുവ്യക്തിത്വവുമേറ്റു പറഞ്ഞു. ശ്രേഷ്ഠം വിനുകരതാതൻ ശ്രേഷ്ഠൻ വിനുകരതാതൻ തോമാസ് ശ്ലീഹായേ തോമാസ് ശ്ലീഹായേ. നിൻപദമലരുകളും കൂപ്പുന്നേൻ നിൻപദമലരിണ കൂപ്പുന്നേൻ നിന്നിൽ വിളങ്ങും ഗുണഗണമെല്ലാം ഞങ്ങൾക്കും തന്നിടണേ തോമാസ് ശ്ലീഹായേ തോമാസ് ശ്ലീഹായേ തോമാസ് ശ്ലീഹായേ തോമാസ് ശ്ലീഹായേ. തിരുഹൃദയഗീതം കവിത 32 ഭാഗം. സമ്പൂർണ്ണ സന്തോഷത്തോടെ സർവേശനെ സമർപ്പിത ജീവിതം കാഴ്ചവെക്കും പരമാർത്ഥ ചിത്തരെ കാണൂകിൽ വഴിമാറും പാഞ്ഞു വരുന്ന മാലവെള്ളവും നൽമൊഴി ചൊല്ലുവാൻ വന്നവർ തന്നൂടെ നാവിൻ ദൈർഘ്യം ഞാൻ
കാത്തിടുന്നു. വാളല്ല, വില്ലല്ല, മാരക ബോംബല്ല, പാളയം നിറയുന്ന പടയുമല്ല, പാരീതിൻ മാമക രാജ്യം പരത്തുന്ന പോരിൽ ജയം തരും കാരണങ്ങൾ. ദൈവത്തെ പാടി പുകഴ്ത്തുന്നു വീതിയാൽ, ദിനരാത്രമെങ്ങും നിറഞ്ഞിടുമ്പോൾ, കീർത്തന നർത്തന ഘോഷം മുഴങ്ങുമ്പോൾ, പാർത്തലം പരിശുദ്ധ രാജ്യമാകും. മറിഞ്ഞു വീഴുന്ന വൻമലകൾ മുഴുവനും മറഞ്ഞു പോകുന്നല്ലോ സാഗരത്തിൽ. പെരിയാറിലലൽ തല്ലുമേ മോളത്തിലിടിയുന്നു, ചെറുകൊന്നു കൊല്ലുന്ന രിപുവിൻ്റെ വില്ലും ശരങ്ങളും. പെരിയാറിലല തല്ലുമോളത്തിലിടിയുന്ന, ചെറുകുന്നുകൾ കൊല്ലുന്ന രിപുവിൻ്റെ വില്ലും ശരങ്ങളും. വെല്ലുന്ന വീരവില്ലാളിയായ എന്നെ സ്മരിക്കുക സമര സംഘർഷങ്ങൾ. മന്നിടമെങ്ങും ഇല്ലാതെയാകാൻ ഇഴിയെ പിന്നിട്ട മാടപ്രാവെന്ന പോൽ, ഉന്നതനെന്നിൽ പറന്നെത്തുവിൻ. രാവിനെ പിന്നിട്ട് രാവിലെ ഉണരുമ്പോൾ, രവിയുടെ കിരണങ്ങൾ കണ്ടിടുമ്പോൾ, ഇരുളുകൾ നീക്കി വെളിച്ചം തരുന്നോനെ ഇരുകരം കൂപ്പി ഭജിച്ചിടുവിൻ. വറ്റി വരണ്ട തടാകം ജലത്തിനായി ഉറ്റുനോക്കുമ്പോലെ പാപിവർഗം, കൈകൾ വിരിച്ചപേക്ഷിക്കുമ്പോൾ ഉടനടി കനിവോടെ നൽകും ഞാൻ സ്നേഹവർഷം. പാപികൾ സഞ്ചരിക്കുന്ന പാദങ്ങളിൽ പാദങ്ങൾ വയ്ക്കാതെ സൂക്ഷിക്കുവിൻ. മാമകബോധന രത്നങ്ങൾ കൊണ്ടുള്ള മാലകളെന്നും ധരിച്ചിടുവിൻ. പരലോകം പോകുവിൻ, സമരം ചെയ്യുന്നോർക്ക് പടച്ചട്ട ഞാനെന്നു മനസ്സിലാക്കൂ. ഊഴിയിൽ ജീവിച്ചിരിക്കുമ്പോഴല്ലാതെ കുഴിമാടത്തിങ്കൽ ശയിച്ചിടുമ്പോൾ, പുഴുവും ചീതലുമായി മാറുന്ന നിങ്ങൾക്കൻ കഴൽ കൂപ്പി കരയുവാൻ കഴിയുകയില്ല. ഓരോ മനുഷ്യനും ഞാനേകിടുന്നോരു ഓഹരിയിൽ പരിതൃപ്തനായി, അവകാശം പൂർണ്ണമായി കിട്ടിയ മാതിരി ആത്മസംതൃപ്തിയിൽ ജീവിക്കുവിൻ. അലിവോടെ ഞാൻ പോറ്റി പോരുന്ന ആത്മാജർ അഴുകിപ്പോകാതെന്നും ജീവിക്കുന്നു. നിത്യനാശത്തിൻ്റെ തിരമാലയിത്തരം മർത്യർ തൻ തീരത്തടിക്കയില്ല. മനസാക്ഷി ശബ്ദം ശ്രവിക്കും മനുഷ്യർക്ക് മഞ്ഞിൻ്റെ മലകളും ചൂടു നൽകും. മരുഭൂവരപ്പിലെ വേഴാമ്പൽ കിളികൾക്കും പുരകൾ മുകളിലെ കുയിലുകൾക്കും ഭക്ഷണം മോഹിച്ചു കേഴുന്ന സകലർക്കും തൽക്ഷണം രക്ഷ ഞാൻ നൽകിയിടുന്നു. കഴുകൻ്റെ യൗവനം നീട്ടിക്കൊടുക്കും ഞാൻ,
കരയുന്ന മനുഷ്യരെ കൈവിടില്ല. ദാഹാനെ ഭൂമി പിളർന്നു വീഴുങ്ങിയ ദാരുണ്യ സംഭവം വായിച്ചവർ, ഉരുൾപൊട്ടുന്നതും കിണർ വറ്റുന്നതും തെരുതീരെ ചെമ്മഴ പെയ്യുന്നതും കാണുന്നോരെങ്കിലും താഴ്മയിൽ ദൈവത്തെ താണു കുമ്പിട്ട് പ്രാർത്ഥിച്ചിടുവിൻ. ഫീനസ് പ്രാർത്ഥിച്ചു കണ്ണീരു പൊഴിച്ചപ്പോൾ, പിൻവലിച്ചില്ലേ ഞാൻ ദുരിതമെല്ലാം. പുഴകളെ പൂഴിയാൽ മൂടുന്ന ശക്തനെ, പൂന്തോട്ടം ചുടലായി മാറ്റുവോനെ. നമ്മളെ സഹിക്കുന്നവരല്ലേ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കും. നമ്മുടെ മൂഡ് സിങ്സ്, നമ്മുടെ സൈലൻസ്. നമ്മൾ തകരുമ്പോൾ ഒന്നും പറയാൻ കഴിയാതെ മൗനമായിരിക്കുന്നു. എല്ലാം വിട്ടുപോകണമെന്ന് തോന്നുമ്പോൾ അപ്പോഴും നമ്മളെ തന്നെ തിരഞ്ഞെടുക്കുന്നത്. നമ്മളെ സഹിക്കുന്നവരല്ലേ നമ്മളെ ഏറ്റവും കൂടുതൽ. ക്രൂരനായ ഏകാധിപതി എന്ന വിശേഷണമുള്ള ജോസഫ് സ്റ്റാലിൻ ഒരിക്കൽ റഷ്യൻ പാർലമെന്റിലേക്ക് ഒരു കോഴിയുമായി വന്നു. സഭാംഗങ്ങളുടെ മുമ്പിൽ വെച്ച് അയാൾ ആ കോഴിയുടെ തൂവലുകൾ ഒന്നൊന്നായി നിർദ്ധയം പിഴുതെറിയാൻ തുടങ്ങി. മരണവെപ്രാളത്തോടെ ആ കോഴി കൂവിക്കരഞ്ഞു. ഒടുവിൽ തൂവലെല്ലാം പറിച്ചെറിഞ്ഞതിനു ശേഷം അയാൾ ആ കോഴിയെ സഭയുടെ നടുത്തളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നീട് കുറച്ച് ധാന്യമണികൾ എടുത്ത് കോഴിക്കരികിലേക്ക് എറിഞ്ഞു. പ്രാണവേദനയോടെ കോഴി ആ ധാന്യമണികൾ കൊത്തി തിന്നുവാൻ തുടങ്ങി. സ്റ്റാലിൻ ധാന്യമണികൾ കുറേശ്ശെയായി തന്റെ കാൽ ചുവട്ടിൽ വിതറി കൈകെട്ടി നിന്നു. തൂവൽ മുഴുവനും നഷ്ടപ്പെട്ട ആ ജീവി മരണവേദനയോടെ അങ്ങോട്ടെത്തി അയാളുടെ കാൽ ചുവട്ടിലെ ധാന്യമണികളും കൊത്തിപ്പെറുക്കി തിന്നുകൊണ്ടിരുന്നു. ഇതിനെല്ലാം സാക്ഷിയായിരുന്ന പാർലമെന്റ് അംഗങ്ങൾ സ്തബ്ധരായി നിൽക്കവേ സ്റ്റാലിൻ അവരോടായി തലയുയർത്തി പറഞ്ഞു, നിങ്ങൾ അറിയുക, രാഷ്ട്രീയവും ഇങ്ങനെ തന്നെയാണ്. ജനങ്ങളെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എത്ര വേണമെങ്കിലും ദ്രോഹിക്കാം. അധികാരം കയ്യിലുള്ളപ്പോൾ എന്തും ചെയ്യാം. അതിനൊപ്പം കുറച്ച് ധാന്യമണികൾ ഇട്ടുകൊടുത്താൽ അവ നമ്മുടെ കാൽച്ചുവട്ടിൽ തന്നെ കറങ്ങി നിന്നുകൊള്ളും. ഇത്രയും കേട്ടതോടെ സഭാംഗങ്ങൾ കൈയടിച്ച് സ്റ്റാലിനെ അഭിനന്ദിച്ചു. ഇതൊരു റഷ്യൻ നാടോടി കഥയാണ്. എങ്കിലും ഇന്നത്തെ ചില ഭരണങ്ങൾ ഈ കഥയുടെ തുടർച്ചയിൽ തന്നെയാണ്. ഇന്നത്തെ രാഷ്ട്രീയവും ഇങ്ങനെ തന്നെയല്ലേ? അനുഭവിക്കുന്നത് ജനങ്ങളും. ആര് ഭരിച്ചാലും ജനങ്ങളെ അവർക്ക് എങ്ങനെ വേണമെങ്കിലും വരുതിയിലാക്കാം. ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന നേതാക്കളും ഭരണകൂടവുമാണ്. പണ്ട് ഒരു ഗ്രാമത്തിൽ വൃദ്ധയായ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നു.